പാശുപത ശൈവിസം പൊതുവെ ദ്വൈത ശൈവിസമാണ്. ഏറ്റവും പ്രാചീനമായിട്ടുള്ള ദ്വൈത വിഷയങ്ങളെക്കുറിച്ച് പറയുന്നത്. ദ്വൈതം എന്ന് പറയുന്നത് ഭൗതികപരമായിട്ടുള്ള ജഡമല്ല. വേദാന്തികളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ പ്രപഞ്ചം മായ ജഡമാണെങ്കിൽ ഇതങ്ങനെയല്ല, ഇത് ഉള്ളതാണ് എന്നുള്ള ദ്വൈതവാദത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. പാശുപത ശൈവിസം സ്ട്രക്ചർ ചെയ്തിരിക്കുന്ന 5 കാര്യങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ പഞ്ചാർത്ഥ സിദ്ധാന്തം എന്നും പാശുപത ശൈവിസത്തിന് വേറൊരു പേരുണ്ട്. ആദിമാർഗ ശൈവിസം പഠിക്കുമ്പം ഈ പാശുപത ശൈവിസം കൂടുതലും ശിവ ആഗമങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള 10 ശിവാഗമങ്ങളായിട്ടുള്ള ദ്വൈത സമ്പ്രദായത്തെ ബേസ് ചെയ്തിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കാം. എന്നാൽ ചില ടെക്സ്റ്റുകൾ പഠിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, അല്ല, ഇത് രുദ്രാഗമങ്ങളുടെ ഒരു കലർപ്പും കൂടിയുണ്ട്, ദ്വൈത അദ്വൈത കലർപ്പും കൂടി ഇതിനകത്തുണ്ട് എന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. ആക്ച്വലി അതങ്ങനെയല്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദ്വൈതമാണ്. പാശുപതം പൂർണ്ണമായിട്ടും, പാശുപത സമ്പ്രദായം പൂർണ്ണമായിട്ടും ദ്വൈത സമ്പ്രദായത്തിൽപ്പെട്ടത് തന്നെയാണ്. ലഘുലീശ പാശുപതമാണ് വാസ്തവത്തിൽ ഈ പറഞ്ഞ ദ്വൈതാദ്വൈതത്തിൻ്റെ ഒരു ചായ്വുള്ളത്, അല്ലെങ്കിൽ രുദ്രതന്ത്രത്തിൻ്റെ ഒരു ചായ്വ് ലഘുലീശ പാശുപതത്തിനാണുള്ളത്. ലഘുലീശ പാശുപതം എന്ന് പറയുന്നത് നമ്മളത് പഠിക്കുന്ന സമയത്ത് നമുക്കത് മനസ്സിലാക്കാം. ഇവിടെ പാശുപതം എന്ന് പറയുന്ന പാശുപത സെക്റ്റ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ദ്വൈത സിദ്ധാന്തത്തെ ആസ്പദമാക്കിയിട്ടുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പാശുപത സിദ്ധാന്തത്തിലെ അൾട്ടിമേറ്റ് ആയിരിക്കുന്ന പശുപതി മഹാദേവനാണ്. അതിനുള്ള സാധകൻ പശുവാണ്. ആ പശുപതിയായിരിക്കുന്ന മഹാദേവനിലേക്ക് പശുവിന് എന്തുകൊണ്ട് എത്താൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചാൽ അവൻ്റെ പാശം തീരാൻ വേണ്ടിയിട്ടാണ്. പാശം കാരണമാണ്. കർമ്മം, കയറ് കെട്ടി വലിക്കുന്ന പോലെ കർമ്മം പശുപതിയിൽ നിന്നും പശുവിനെ അകറ്റി നിർത്തുന്നു. പശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗ എന്നുള്ള അർത്ഥത്തിലല്ല, മലയാളത്തിലെ പശുവല്ല. അപ്പോൾ ഇവിടെ സംസ്കൃതത്തിലെ പാശത്താൽ ബന്ധിതനായവൻ എന്നാണ് അർത്ഥം. അപ്പം പാശത്താൽ ബന്ധിതനായ പശുവിന് പശുപതിയിലേക്ക് അടുക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്നും ആ പാശത്തെ എങ്ങനെ നശിപ്പിച്ചുകൊണ്ട് ദുഃഖഹന്തം ആയിട്ടുള്ള ദുഃഖമില്ലാത്ത അവസ്ഥയിലേക്ക് എങ്ങനെ എത്താം എന്നുള്ളതുമാണ് ഈ പഞ്ചാർത്ഥങ്ങളായിട്ടുള്ള കാര്യങ്ങളിലൂടെ പാശുപത സിദ്ധാന്തം നമുക്ക് പറഞ്ഞു തരുന്നത്. പാശുപത സിദ്ധാന്തത്തിന് ആധികാരികമായിട്ടുള്ള ടെക്സ്റ്റുകൾ കുറവാണ്, അവൈലബിൾ അല്ല. കുറേയൊക്കെ ഇന്നും ഇരുട്ടിനുള്ളിൽ ഇരിക്കുകയാണ്. അത് പുറത്തേക്ക് വരുന്നൊരു കാലഘട്ടവും കൂടിയാണ്. എന്നാലും ശൈവാഗമങ്ങളിലെ 10 ടെക്സ്റ്റുകളാണ് ഇതിന് പ്രധാനമായിട്ടും എടുക്കുന്നത്. ബോണ്ടേജ് അഥവാ പാശം, അത് കാരണമായിരിക്കുന്ന സാധകൻ പശു, അതിൻ്റെ മാസ്റ്റർ സോഴ്സ് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ആയിട്ടിരിക്കുന്നത് പാശുപത ശൈവസത്തിൽ പശുപതി സ്ഥാനമാണ്, ദുഃഖഹന്തമായിട്ടുള്ള അവസ്ഥയുമാണ്. അതുപോലെ തന്നെ ഈ സ്കോളേഴ്സിൻ്റെ ഒക്കെ ഇടയിൽ ഈ രാജശേഖരൻ, അതുപോലെ തന്നെ ഹരിഭദ്രസൂരി തുടങ്ങിയിട്ടുള്ള ഈ ശൈവ സ്കോളേഴ്സ് അവർ പറയുന്നത് ഈ ന്യായവൈശേഷിക ദർശനങ്ങളിൽ ഈ പാശുപത ശൈവസത്തിൻ്റെ ഇൻഫ്ലുവൻസ് ധാരാളമായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ പോയിൻ്റ് ഔട്ട് ചെയ്ത കാര്യങ്ങളാണ്. താല്പര്യമുള്ളവർക്ക് അവർ പോയിൻ്റ് ഔട്ട് ചെയ്ത വഴികളിലൂടെ അന്വേഷിച്ച് നോക്കുകയും ചെയ്യാം.